ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ KFCയെ കുറിച്ച് ഉണ്ടോ? ഇവിടെ മദ്യനയത്തിൻ്റെ കാര്യമാണ് CM പറഞ്ഞത്. അങ്ങ് ഈ മദ്യനയം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 2018 അങ്ങ് എടുത്ത ഒരു ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നത്. ഇപ്പോഴിവിടെ രണ്ട് പ്രശ്നം സിമ്പിളാണ്. കൊക്കക്കോളയെ പൂട്ടിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങളും നിങ്ങളും. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? കുടിവെള്ളമില്ല. മഴനിഴൽ പ്രദേശമാണ്. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ തലയിൽ ഓവർസീസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു വർഷം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? 2, അങ്ങ് പറഞ്ഞു എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ കമ്പനിയെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ എണ്ണ കമ്പനികൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന എത്തനോൾ നിർമ്മാണത്തിനാണ്. എത്തനോൾ കാരണം പെട്രോളിനും ഡീസലിനും എത്തനോൾ മിക്സ് ചെയ്യണം, അത് ആവശ്യമുണ്ട്. അതിനാണ് എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതും അതിനു വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് അങ്ങ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡി നിർമ്മാണമോ അതോടൊപ്പം തന്നെ സ്പിരിറ്റ് നിർമ്മാണമോ മറ്റു കാര്യങ്ങൾക്കല്ല ഇവരെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അത് പറയുന്നത് ഈ കമ്പനിക്ക് അനുകൂലമായി പറയുന്ന വാദം മാത്രമാണ്. അപ്പം ജനങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു. മഴനിഴൽ പ്രദേശമാണ്. അവിടെ പഞ്ചായത്ത് പോലും അറിയാതെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം. പിന്നെ അങ്ങ് പറഞ്ഞ് ടെൻഡർ വിളിക്കുമെന്ന്. അച്യുതമേനോന്റെ ഗവൺമെൻറ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 999 ഓർഡർ വന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കുക. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും. ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നു വിചാരിക്കുക. ടാറ്റയോട് നിങ്ങൾ വേറെ ഞങ്ങളൊരു ടെൻഡർ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയായ പദ്ധതിയാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകുമെന്നുള്ളത് തന്നെയാണ് ഈ നയത്തിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ KFCയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ KFCയെ പറ്റി പറഞ്ഞ കാര്യം, KFC RCFLൽ നടത്തിയ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കമ്പനി മാനേജ്മെൻറ്റ് തന്നെ വ്യക്തമാക്കിയതാണ്. കേന്ദ്ര നിയമമായ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആക്ടിൻ്റെ വകുപ്പ് 34 അനുസരിച്ച് KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം കമ്പനി ഡയറക്ടർ ബോർഡിൻ്റെ അംഗീകാരത്തോടെയാണ് നടത്തിയിട്ടുള്ളത്. 2016 ജൂൺ 28 ചേർന്ന ബോർഡ് യോഗമാണ് നിക്ഷേപ തീരുമാനമെടുത്തത്. RBI, സെബി അംഗീകൃത ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് AA+ റേറ്റിംഗ് ഉള്ള RCFLൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചത്. അന്ന് വിപണിയിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച നിരക്കായ 9.1% വരുമാനവും പരിഗണിച്ചായിരുന്നു തീരുമാനം. RBI, സെബി അംഗീകൃത ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ AA+ റേറ്റിംഗ് നൽകുന്ന ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യത കുറയുമെന്നതും പരിഗണിച്ചിരുന്നു. രണ്ടായിരത്തി 17-18 ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടേതുമായി 10,000 കോടിയോളം രൂപ RCFLൽ നിക്ഷേപമുണ്ടായിരുന്നു.
ആ സ്ഥാപനം കടുത്ത പ്രതിസന്ധിയിലാകുന്നതിന് മുൻപ് വരെ വായ്പകളുടെ തിരിച്ചടവ് കൃത്യമായിരുന്നു. 2018 ജൂണിന് ശേഷം പണവിപണിയിലുണ്ടായ പ്രതിസന്ധികളും ചില പ്രധാന സ്ഥാപനങ്ങളുടെ തകർച്ചയും RCFLനെയും ബാധിച്ചതാണ് KFCയുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നത് പ്രതിസന്ധി ഉണ്ടാക്കിയത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സബ്സിഡറി കമ്പനിക്ക് മാതൃകമ്പനിയായ റിലയൻസ് ക്യാപിറ്റലിൽ ഉണ്ടായിരുന്ന ബാധ്യതകൾ കണക്കിലെടുത്താണ് പിന്നീട് RCFLനെ ക്രെഡിറ്റ് വാച്ചിങ് റേറ്റിംഗ് ഏജൻസികൾ ഉൾപ്പെടുത്തിയത്. RCFL തങ്ങളുടെ വായ്പാ ബാധ്യതകൾ തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയതോടെ RBI ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിച്ചു. നിക്ഷേപകരിലൊന്നായ ബാങ്ക് ഓഫ് ബറോഡയെ ലീഡ് ബാങ്കായി പരിഹാര പദ്ധതി തയ്യാറാക്കാൻ നിയോഗിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട കക്ഷികളെയെല്ലാം ചേർത്ത് നിക്ഷേപകരുമായി ഒരു ധാരണാപത്രമുണ്ടാക്കി. അതനുസരിച്ച് RCFLലെ വിവിധ നിക്ഷേപങ്ങളുടെ തരംതിരിവ് നടത്തിയപ്പോൾ KFC നിക്ഷേപിച്ചതിൻ്റെ 24.96% മടക്കി കിട്ടുമെന്ന നിലയാണ് ഉണ്ടായത്. ഇത് KFC അംഗീകരിച്ചില്ല. തർക്കമുന്നയിച്ച് മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു. RCFLൻ്റെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിന് നടത്തിയ ടെൻഡറിൽ ഓതം എന്ന കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഓതം KFCക്ക് മാത്രം നിക്ഷേപത്തിൻ്റെ 52% വരെ മടക്കി നൽകാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചു. ഈ വാഗ്ദാനം നിലനിൽക്കുമ്പോഴും നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിലെ നിയമ നടപടികൾ KFC തുടരുകയാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള കാര്യം. സർ, ഇവിടെ ദേശീയതലത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കിപ്പോൾ ദീർഘമായി പോകുന്നില്ല. ഇപ്പോൾ സമയം കുറച്ചധികമായതുകൊണ്ട്. കണക്കിലധികമായിട്ടില്ല, എന്നാലും LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു വികസന പരിപ്രേക്ഷ്യം സൃഷ്ടിച്ചുകൊണ്ടാണ് സംസ്ഥാനം മുന്നേറുന്നത്. സർ, ഇത് രാജ്യത്തിനാകെ മാതൃകയായ ഒരു നിലയാണ്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന് നിൽക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ അധികാരത്തിലുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ ഏതു വിധേനയും ക്ഷീണിപ്പിച്ച് സംഘപരിവാറിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇവിടെ വിലപ്പോകില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കേരളം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളെ ത്വരിതപ്പെടുത്താനും അങ്ങനെ നവകേരളം സാധ്യമാക്കാനും ഉതകുന്ന ഒരു നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ സമരവും അതിനോട് സ്വീകരിച്ച സമീപനവും മറ്റും കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്താണ് ധനപ്രതിസന്ധിയുടെ കാരണമെന്നല്ലേ കോൺഗ്രസ് നിലപാടെടുത്തിരുന്നത്. അത് ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ പരോക്ഷമായി പിന്താങ്ങുന്ന അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വന്നത്. രാജ്യത്തെമ്പാടും BJPയെ സഹായിക്കുന്ന നീക്കങ്ങൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, PCC പ്രസിഡന്റുമാർ, MP-മാർ, MLA-മാർ അങ്ങനെ സമുന്നതരായ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി BJPയിലേക്ക് ചേക്കേറിയതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. കേരളത്തിലെ LDF സർക്കാരിന് എതിരെ പറയുമ്പോൾ കഴിഞ്ഞ 8.5 വർഷമെടുത്താൽ ഒറ്റ വർഗീയ സംഘർഷം പോലും ഉണ്ടാകാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. സംഘപരിവാർ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ കേരളത്തിൽ കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ നിരവധി നിലപാടുകൾ കോൺഗ്രസ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിലെ വോട്ട് മാറിപ്പോയതും അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചതുമെല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. എന്തിനും ഏതിനും എതിർപ്പുമായി വരുന്നത് സാധാരണഗതിയിൽ അത് നാട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.
ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അതിജീവിതർക്കായി നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ടൗൺഷിപ്പുകൾ ഒരുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കേരളത്തിൻ്റെ മാനവ വികസന വിഭവശേഷി വിനിയോഗിച്ചുകൊണ്ട് ഇവിടെയൊരു വിജ്ഞാന സമൂഹം പടുത്തുയർത്താനും ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകാനും ദുരന്താഘാത ശേഷിയുള്ള പശ്ചാത്തല സൗകര്യം സൃഷ്ടിക്കാനും ഇവിടെ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.